ശബരിമല സ്വർണ്ണ കവർച്ചയിൽ റെയ്ഡുകൾക്ക് പിന്നാലെ നിർണായക ചോദ്യം ചെയ്യലുകളിലേക്കും കടക്കാനൊരുങ്ങി ഇ.ഡി. റിമാൻഡിലുള്ള പ്രതികൾക്കായി കസ്റ്റഡി അപേക്ഷ നൽകും. അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 1,30,00,000 രൂപയുടെ ആസ്തികൾ ഇതുവരെ ഇ.ഡി. മരവിപ്പിച്ചിരുന്നു. പിടിച്ചെടുത്ത നിർണായക രേഖകളുടെ പരിശോധന തുടരുകയാണ്. ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യേണ്ടവരുടെ പട്ടിക ഇ.ഡി. തയ്യാറാക്കിയിട്ടുണ്ട്. ചൊവ്വാഴ്ച നടന്ന റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളുടെയും മറ്റു തെളിവുകളുടെയും കൂടി അടിസ്ഥാനത്തിലാകും ചോദ്യം ചെയ്യൽ. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ എൻ വാസു, എ പത്മകുമാർ, സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവരെയെല്ലാം ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യും. തുടർന്ന് ഇവരുടെ കൂടി മൊഴികളുടെ അടിസ്ഥാനത്തിൽ മറ്റ് നിർണായക ചോദ്യം ചെയ്യലുകളിലേക്കും ഇ.ഡി. കടക്കും. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരെയും ചോദ്യം ചെയ്യും. പ്രതികളിൽ പലരും വൻതോതിലുള്ള സ്വത്തുക്കൾ സമ്പാദിച്ചതായി ഇ.ഡിക്ക് ലഭിച്ച ഭൂമി ഇടപാട് അടക്കമുള്ള രേഖകളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. ശബരിമല സ്വർണ്ണ കവർച്ചയിലൂടെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി വൻ സ്വത്ത് സമ്പാദനം നടത്തിയെന്ന് ഇ.ഡിക്ക് വ്യക്തമായിട്ടുണ്ട്. കേസിൽ കടുത്ത നടപടികളിലേക്കാണ് ഇ.ഡി. കടന്നിരിക്കുന്നത്. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 1.3 കോടി രൂപ വില വരുന്ന ആസ്തികൾ മരവിപ്പിച്ചിരുന്നു. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് 100 ഗ്രാം സ്വർണവും പിടിച്ചെടുത്തിരുന്നു. ജനം, കൊച്ചി.